അതുകൊണ്ട് പാടത്തും പറമ്പിലും പാടുപെട്ട് പണിയെടുത്തിരുന്ന പഴയ കാലത്തെ പോലെ അല്ല, അതിനേക്കാളും കഷ്ടപ്പാടാണ് ഇന്ന് ഡ്രൈവിംഗ് ജോലിയും അതുപോലെ വയറിംഗ് ജോലിയും പ്ലംബിംഗ് ജോലിയും. പ്രവാസ ലോകത്തിന്റെ പ്രയാസങ്ങൾ പറയേണ്ടതില്ല. നിങ്ങളിങ്ങനെ വിളിക്കുമ്പോൾ അത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം, ഇങ്ങനെ നിങ്ങളുടെ ആശങ്കകളൊക്കെ ഇങ്ങനെ പറയുന്നവരാണ്. മോശമൊന്നുമില്ല. അല്ലാഹു തആല കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ. പുറത്ത് പാടുപെട്ട് പണിയെടുക്കാൻ പോയ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് പാതിരാ സമയത്ത് വീട്ടിലേക്ക് കുഴഞ്ഞുവാടി ചിലപ്പോൾ അന്നത്തെ കൂലി കിട്ടാത്തതിന്റെ വിഷമമുണ്ടാവും. വൈകുന്നേരം പ്രസവനെ ഒരു 900 രൂപ 850 രൂപ 1000 രൂപ കിട്ടുമെന്നും പറഞ്ഞ് എന്തെല്ലാം ജോലികൾ പറയുന്നതൊക്കെ കേട്ട് ക്ഷമയോടുകൂടി ആരെല്ലാമോ തന്നെ ജോലി എടുപ്പിക്കുന്നവർ തനിക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാലും ഒക്കെ കേട്ട് ക്ഷമിച്ച് നിന്ന് എത്ര വലിയ ഡിപ്രഷനോടുകൂടി അവർ പണിയെടുത്ത് വൈകുന്നേരം സായാഹ്ന സമയത്ത് പറയുകയാണ്, മോനെ ഇന്ന് പൈസയില്ല, ഒന്നിച്ച് നാളെ തരാമെന്ന് പറയുമ്പോൾ അതും സഹിച്ച്, കാരണം ദേഷ്യപ്പെട്ടു പോയാൽ അതും മുടങ്ങിപ്പോന്ന് വിചാരിച്ച് അങ്ങനെ പടച്ചവനെ കടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെയും കടത്തിന്റെ പുറത്ത് കടവും വാങ്ങിയിട്ട് അരി സാധനങ്ങളുമായി വീട്ടിലേക്ക് വരുന്നൊരു പുരുഷനെ നീ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ നരകമല്ലേ മോളെ നിനക്കുള്ളതെന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബ് അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ഒരു വാക്കുകൊണ്ട് അയാൾക്ക് സമാധാനം ഉണ്ടാവണം. ഇത്ര കഷ്ടപ്പാടുള്ളതാണ്. പുറം ലോകത്തെ പ്രയാസമൊന്നും വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന പെങ്ങന്മാർക്കറിയില്ല. അതുകൊണ്ട് അവർ പാതിരാ സമയത്ത് വന്ന് കതക് തുറക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും അവരുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടൊന്ന് പുഞ്ചിരിച്ച് എന്താ വിഷമോന്നൊക്കെ ഒന്ന് ചോദിച്ച് കുഴപ്പമില്ല ജീവിതമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ 10,000 അല്ല കോടിക്കണക്കിന് കടവുണ്ടെങ്കിലും പടച്ചവനെ എന്നെ ചേർത്ത് നിർത്താൻ എന്റെ കുടുംബം ഉണ്ടല്ലോ, കുഴപ്പമില്ല, എല്ലാം റാഹത്താകുമെന്ന ഒരു ഉൾവിളി ഉണ്ടാവും. മനസമാധാനത്തോടെ കിടക്കാൻ പറ്റും.